സുഹൃത്തുക്കളെ നമസ്കാരം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഉള്ള പ്രഭാഷണ പരമ്പരയിലെ 4ാമത്തെ പ്രഭാഷണമാണ്. അതനുസരിച്ച് എനിക്ക് പറയാനുള്ള ഗാന്ധിജി എന്തുകൊണ്ട് 21ാം നൂറ്റാണ്ടിൽ ഭാവിയിൽ 22ാം നൂറ്റാണ്ടോടുകൂടി എന്തുകൊണ്ട് പ്രസക്തമാവുന്നുവെന്നും ഗാന്ധിസത്തിന് അഹിംസയ്ക്ക് എന്തുകൊണ്ട് പ്രാഗൽഭ്യം ലഭിക്കുമെന്നും ആണ് പറയാൻ ഉദ്ദേശിച്ചത്. അതോടുകൂടി ഇന്നത്തെ ഭാരതത്തിലെ അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന മതവർഗീയതയുടെയും ജാതി സമവാക്യങ്ങളുടെയും മറ്റും അവസ്ഥയെക്കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് ഒരു സ്വതന്ത്ര രാജ്യത്ത് ഈ മതങ്ങൾ തമ്മിൽ ജാതികൾ തമ്മിൽ ഒക്കെ ഒരു വിദ്വേഷപരമായ അവസ്ഥയിലേക്ക് ഇവർ തമ്മിൽ അകന്നു പോവാൻ എന്താണ് കാരണം എന്നതിനെ കുറിച്ചിട്ട് വളരെ പ്രസക്തമായതും ഈ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും രാഷ്ട്രീയമായ അവഗണിക്കപ്പെടാൻ പാടില്ലാത്ത രീതിയിലുള്ള ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ് വർഗീയതയും വർഗീയ രാഷ്ട്രീയവും. എന്താണ് ഇതിന് കാരണം? ഇതിനുള്ള കാരണമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ അതിനുള്ള പൂർണ്ണമായ കാരണം 60 കൊല്ലം മുമ്പ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു പോയ വെള്ളക്കാരിലേക്കാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിലേക്ക്. അവൻ വിതച്ച വിത്താണ് ഇന്ന് മുളപൊട്ടി വളർന്ന് വികസിച്ച് ഇന്ന് അതിൻ്റെ ഫ്രൂട്ട്സായിട്ടുള്ള വർഗീയത ഒന്നായിട്ട് എന്നാണ് എനിക്ക് പറയാം. എന്തിനാണ് അവർ വർഗീയത പടർത്തിയത്? ഒരു സംശയമില്ല, നമുക്കെല്ലാവർക്കും ഏതൊരു കുട്ടികൾക്കും അറിയാം വർഗീയത പരത്താൻ അവർക്കുള്ള കാരണം ഇന്ത്യക്കകത്ത് വർഗീയത ഇല്ലെങ്കിൽ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല എന്ന ബോധ്യം അവർക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിളിക്കുന്ന 1857 ആദ്യത്തെ ശിപ്പായി ലഹളയോടുകൂടി തുടങ്ങി എന്നുള്ളതാണ് സത്യം. അതോടുകൂടി തന്നെ അവരെ ഇന്ത്യക്കാരെ എങ്ങനെയെങ്കിലും വിഭജിക്കണം. അതെങ്ങനെയാണ് വിഭജിക്കാൻ പറ്റിയ ഒരു ചരിത്രപരമായ കാര്യമുണ്ട്, അതായത് മതത്തിലൂടെ. അന്ന് വരെ ഹിന്ദുക്കളോ ഹിന്ദു രാജാക്കന്മാരുടെ കീഴിലുള്ള പ്രദേശങ്ങളിലോ മുസ്ലിം രാജാക്കന്മാരുടെ കീഴിലുള്ള പ്രദേശങ്ങളിലോ യഥാർത്ഥത്തിൽ മതപരമായ വിദ്വേഷവും പകയും വെറുപ്പും ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ഇത്രയും പ്രകടമായ രീതിയിൽ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് മാത്രമല്ല 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്തോടുകൂടി ഇവർ രണ്ടുപേരും യോജിച്ചിട്ട്
ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഒഴിവാക്കണം എന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഒരുമിക്കുകയാണെങ്കിൽ, കാരണം ഇന്ത്യക്കാരൊന്നായിട്ട് ഒന്ന് തുമ്മിയാൽ തെറിക്കുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഇന്നും എന്നും അന്നും ഇന്നും ഒക്കെ. കാരണം അത്ര ചെറിയ ഒരു കുറച്ച് കാലത്തേക്ക് മാത്രം അവരുടെ കൗശലവും മാത്രമല്ല സയൻസ് ആൻഡ് ടെക്നോളജിയും മാത്രമല്ല ഇവിടെ നിന്ന് കവർന്നെടുത്ത സമ്പത്തും കാരണം കുറച്ചു കാലം അവർ ലോകത്തെ ഭരിച്ചു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യ രാജ്യം നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കി അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആർഎസ്എസിൻ്റെയും ബജരംഗദളിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും ഒരു ഭാഗത്ത് അതും പിന്നെ ഇപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെയും ഒരു വിഭാഗീയ ചിന്ത ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പോലും ഇത് രണ്ടായിട്ട് ഭാഗിച്ചിട്ട് പോയത്. മാത്രമല്ല, രണ്ടായിട്ട് ഭാഗിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ നമുക്ക് നല്ലൊരു ഭരണഘടന, ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു ഭരണഘടന തന്നിട്ടാണ്. പക്ഷെ അതിൽ അവർ ഒളിച്ചു വെച്ച കുറേ വിത്തുകളുണ്ടായിരുന്നു. ആ വിത്തുകളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ മതവർഗീയതയുടെ ജാതിവർഗീയതയുടെ ഒക്കെ നിദാനമായ അത് നിലനിർത്തുന്ന ഒരവസ്ഥയിലേക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായത് എന്ന ആരോപണം ഉന്നയിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണത് ഉണ്ടായത്? യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക്കല്ലേ നമ്മൾ, ഇന്ത്യ രാജ്യം. ഈ പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടന ആരുണ്ടാക്കിയതാ? അത് എപ്പോഴുണ്ടാക്കിയതാ? ഏത് നിയമപ്രകാരം ഉണ്ടാക്കിയതാണ്? നിങ്ങളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ ഭരണഘടന ഉണ്ടാക്കിയത് നമ്മളല്ല. അത് ഉണ്ടാക്കാനുള്ള നിയമം ഉണ്ടാക്കിയത് ആരാ? 1935 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടാക്കാനുള്ള ഒരു ആക്ട് പാസാക്കി. അതനുസരിച്ച് മാത്രമാണ് ഇവിടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കിയതും ആ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും അതനുസരിച്ച് അവർ ഭരണഘടന ഉണ്ടാക്കിയതും. അതല്ലാതെ ഇന്ത്യക്കാരുണ്ടാക്കിയ ഒരു നിയമം അനുസരിച്ചോ ഇന്ത്യക്കാരുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ചോ ഉള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയല്ല ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. അത് വെള്ളക്കാരൻ്റെ താല്പര്യത്തിന് ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കാൻ എന്താ വേണ്ടത്? ഇന്ത്യക്കാരുടെ സഹായം വേണം. ഇന്ത്യക്കാരുടെ എല്ലാവരുടെ സഹായം അവർക്ക് ഒരിക്കലും കിട്ടില്ല. പിന്നെ ആരുടെ വേണ്ടത്? ഉള്ളവരുടെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഉള്ളവരുടെ എന്തൊക്കെ ഉള്ളവർ? ഒന്ന് സമ്പത്ത്, അഭിപ്രായം, മതം, ഇത് മൂന്നും ഉള്ളവരുടെ. അല്ലാതെ ഇല്ലാത്തവരാണ് ഇവിടെ കൂടുതൽ. സമ്പത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ഇല്ലാത്തവരാണ്.
അത് നിങ്ങൾക്ക് വളരെ 1846 തോന്നുന്നു ഈ ഭരണഘടനാ സമിതിയിലുള്ള വോട്ടെടുപ്പിന് യഥാർത്ഥത്തിൽ അവർ അന്നത്തെ മാനദണ്ഡം അനുസരിച്ച് 21 വയസ്സുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാം ഇന്ത്യക്കാർക്ക്. പക്ഷേ എന്തു വേണം? ഉള്ളവനായിരിക്കണം. അതായത് അവൻ നികുതി കൊടുക്കുന്നവനായിരിക്കണം. അങ്ങനെ നികുതി കൊടുക്കുന്ന എത്ര പേരുണ്ടായിരുന്നത്? അക്കാലത്തെ നികുതി കൊടുക്കുന്നവർ എന്ന് പറഞ്ഞത് വളരെ തുച്ഛമായിരുന്നു. അതായത് ആകെ ഉള്ള ജനസംഖ്യയുടെ 11% ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആകെയുള്ള ജനസംഖ്യയുടെ 11% മാത്രമേ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. ഭൂമി ഉണ്ടെങ്കിലല്ലേ നികുതിയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ദേവസ്വം, ബ്രഹ്മസ്വം. പക്ഷേ ഇത് ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽപ്പെട്ട സ്ഥലമല്ല. അപ്പോൾ ഈ ഗുരുവായൂരായതുകൊണ്ട് അത് കൊച്ചിൻ രാജാവിൻ്റെ കീഴിലുള്ള സ്ഥലമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആകെയുള്ള ജനസംഖ്യയുടെ 11% പേർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഈ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ഭരണഘടനാ സമിതി ഉണ്ടാക്കിയത്. ഈ ഭരണഘടനാ സമിതിയിലുള്ള മെമ്പർമാരൊക്കെ, തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമകളായതുകൊണ്ടാണ് അവരുടെ പ്രാതിനിധ്യം പോലും ഇന്ത്യക്കാരുടേതല്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അവർക്ക് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയാനുള്ള അവകാശം? വി ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നോ അല്ലെങ്കിൽ വി ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഓഫ് ഇന്ത്യ എന്നോ അല്ലേ പറയാൻ പറ്റുള്ളൂ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവരെന്താ? ഇന്ത്യയാണ്, ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇവരെ അതിനുള്ള അധികാരവും അവകാശവും ഇവർക്ക് ആരാ കൊടുത്തത്? 11% പേര് മാത്രമാണ് ഇവരെ തിരഞ്ഞെടുക്കാനായി വോട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 89%-ൻ്റെയും പ്രാതിനിധ്യം ഇവർക്ക് ഇല്ലാത്തത് എങ്ങനെയാണ് ഇവരെ അവകാശപ്പെടുക? അങ്ങനെ നോക്കൂ നിങ്ങൾ. നേരെ മറിച്ച് നമുക്ക് നമ്മുടെ ആഗ്രാഭിലാഷങ്ങൾ എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മളല്ല, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളല്ലേ. അത് നടന്നിട്ടില്ല. അതുകൊണ്ട് അതായത് ഞാൻ പറഞ്ഞു വന്നത്, ബ്രിട്ടീഷുകാരൻ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള ഉള്ളവൻ എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് കൂടുതലുള്ളത്. ബ്രിട്ടീഷുകാർ ലോകത്ത് ഇവിടെയുള്ള 1000-കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള പിന്നെ തോട്ടങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു ഇന്ത്യയിലായിക്കോട്ടെ. ഇന്ത്യയിൽ ഏകദേശം എല്ലായിടത്തും.
അതൊക്കെ അവരുടെ സ്വന്തമായിരുന്നു. അതൊക്കെ നിലനിർത്താൻ ആവശ്യമായ എല്ലാ മരുന്നും അതിൽ തന്നെ നിലനിർത്തി. അങ്ങനെയാണ് അവർ സ്വത്തവകാശം. സ്വത്തവകാശം സ്വത്തുള്ളവനല്ലേ വേണ്ടുള്ളൂ. സ്വത്തുള്ളവന് കിട്ടുന്നതോടുകൂടി തന്നെ എന്തായി? സ്വത്തുള്ളവനും സ്വത്തില്ലാത്തവനും അത് സ്ഥിരമാക്കാൻ, അത് സ്ഥായീവൽക്കരിക്കാൻ ഉപകാരപ്രദമായി. സ്വത്തുള്ളവനുള്ള അവകാശവും സ്വത്തില്ലാത്തവനുള്ള അവകാശവും ഒന്നിച്ച് ഒരേപോലെ നിലനിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നോക്കണം നിങ്ങൾ, എത്ര കള്ളത്തരത്തിലാണ് അതൊക്കെ ഉണ്ടാക്കിയത്. അതായത് ആർട്ടിക്കിൾ 16 സ്വത്തവകാശം. അപ്പോൾ സ്വത്തില്ലാത്തവന് അവനെന്താ ഉള്ളത്? ഒന്നുമില്ല. സ്വത്തില്ലാതിരിക്കാനുള്ള അവകാശം ആണ് അവനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വളരെ കൃത്യം, അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വെക്കാനുള്ള പ്രധാന കാരണം ആയിരക്കണക്കിന് ഏക്കർ അന്ന് വിദേശികളുടെ കയ്യിലുണ്ടായിരുന്നു. എല്ലാ വലിയ തോട്ടങ്ങളും, ഇപ്പോൾ നമ്മളെ കണ്ണൻ ദേവൻ പോലുള്ള തോട്ടങ്ങളൊക്കെ പിന്നീട് അവർ ടാറ്റയ്ക്ക് വിറ്റതാണ്. ഇതൊക്കെ അവർക്ക് സ്വന്തമായിട്ട് നിലനിർത്താൻ പറ്റിയ രീതിയിലുള്ള ഭരണഘടന അവർ ഉറപ്പുവരുത്തി. അത് സ്വത്തവകാശത്തിൻ്റെ കാര്യം. അതേപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം. ഇതാർക്കാണ്? ഈ ഒരു തുണ്ട് മണ്ണില്ലാത്ത ഒരു മനുഷ്യന് എന്തിനാണ് ഈ സ്വത്ത് അവകാശം? അതാർക്കാ വേണ്ടത്? അതേപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം അതാർക്കാ വേണ്ടത്? അതേപോലെ മതസ്വാതന്ത്ര്യം അതാർക്കാ വേണ്ടത്? മതമുള്ളവൻക്കേ വേണ്ടുള്ളൂ. ഇന്ത്യയിലുള്ള മതങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പരിധിവരെ ഹിന്ദു എന്ന് ഒറ്റ വാക്കിൽ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങ് ഓരോ പ്രാദേശികമായ ഒരു ജീവിത രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അതൊരു വിവാദമായിട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. അതൊരു വിവാദമായ പ്രശ്നമാണ്. നേരെ മറിച്ച് അതോടുകൂടി അത് അവസാനിച്ചില്ല. നിലവിലിരിക്കുന്ന സ്റ്റാറ്റസ് ഉള്ളവന് വേണ്ടി എല്ലാം ചെയ്തു. അതോടുകൂടി മാത്രമല്ല, ഈ മതവിരോധം വഴിയുള്ള ശിഥിലീകരണത്തിന് വേണ്ട വിത്തുകൾ അടുത്ത 25, 26, 27, 28, 29 ആർട്ടുകളിലൂടെ അവർ ഉറപ്പാക്കി. അതെങ്ങനെയാണ്? മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞിട്ട്, മതേതര ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോഷ്യലിസ്റ്റ് ഇന്ത്യ എന്ന് അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോഷ്യലിസ്റ്റ് ഇന്ത്യ എന്ന് മേലെ ഇനി ഞങ്ങൾ സോഷ്യലിസ്റ്റ് ഇന്ത്യയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ സോഷ്യലിസത്തിന് ഏറ്റവും ഘടകവിരുദ്ധമായ സ്വത്തവകാശം, അതും അനിയന്ത്രിതമായ സ്വത്തവകാശം ഉറപ്പുവരുത്തി. അതുപോയി അത് കഴിഞ്ഞിട്ട് മതത്തിന് മതേതരം എന്ന വാക്ക് പറഞ്ഞിട്ട് മതവിദ്വേഷത്തിനുള്ള വിത്തുകൾ ഉറപ്പുവരുത്തി. അതാണ് 26. 26 എന്താണ്? കണ്ടാൽ നമുക്ക് വളരെ പുരോഗമനപരമായിട്ട് തോന്നും. എന്താണ്? മത പ്രചാരണ സ്വാതന്ത്ര്യം. മതം എന്നത് ഒരു വ്യക്തിപരമായി ഒരു ആധുനിക ലോകത്ത് വ്യക്തിപരമായ ഒരാവശ്യമായിട്ട് കാണുമ്പോൾ അതല്ലേ മതേതരം എന്ന് പറഞ്ഞാൽ. മതം എന്നത് രാഷ്ട്രീയത്തിൽ ബന്ധപ്പെടേണ്ട കാര്യമല്ല. നിങ്ങൾ ഏത് മതക്കാരനാണെങ്കിലും രാഷ്ട്രീയത്തിൽ നിങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രനിർമ്മിതിയിലും രാഷ്ട്രത്തിൻ്റെ തത്വങ്ങളിലും മതം എടുക്കേണ്ടതില്ല. അപ്പോൾ അത് വ്യക്തിപരമാണ്.
വ്യക്തിപരമായതിൽ നിന്ന് അത് ഒരു സാമൂഹ്യ പ്രശ്നമാക്കി മാറ്റി. അങ്ങനെയാണ് മതത്തിൽ എന്തുണ്ടായത്? മതപ്രചാരണ സ്വാതന്ത്ര്യം. മതപ്രചാരണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മതപരിവർത്തന സ്വാതന്ത്ര്യം. ഈ മതപരിവർത്തന സ്വാതന്ത്ര്യം വന്നതോടുകൂടി അതിൽ നിലനിർത്തിയതോടുകൂടി അവർക്ക് ഉറപ്പായി എന്ത്? ഈ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ കൂടുതൽ വളർന്ന് വികസിച്ച് ഭീമാകാരനായി അന്യോന്യം വെറുക്കാനും അന്യോന്യം പകയോടും കൂടി അന്യോന്യം ശിഥിലീകരണത്തിന്, സാമൂഹ്യ ശിഥിലീകരണത്തിന് ഏറ്റവും നല്ല സാധനമാണ് മതപരിവർത്തനം. മതപരിവർത്തനം എങ്ങനെയാണ് നടത്തുക? ഇന്നിപ്പോൾ അതാണ് നടക്കുന്നത്. BJPക്ക് ഇത്രയും കൂടുതൽ ആൾക്കാരുണ്ടാവാനുള്ള ഏറ്റവും പ്രധാന കാരണം ഈ പരമ്പരാഗത സംസ്കാരത്തിലും ജാതിയിലും വിശ്വാസത്തിലും ആചാരങ്ങളും വിശ്വസിക്കുന്ന ആൾക്കാരെ ഓരോരുത്തരെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ ചെന്നായ്ക്കൾ ആട്ടിൻകുട്ടികളെ പിടിച്ചു കൊണ്ടുപോകണ മാതിരി പിടിച്ചു കൊണ്ടുപോകുന്നതോടുകൂടി ഈ അതിൽ നിലനിൽക്കുന്ന ആൾക്കാർക്ക് വേദന ഉണ്ടാവും. അവരുടെ മക്കൾ നഷ്ടപ്പെടുന്നതോടുകൂടി അവർക്ക് വേദന ഉണ്ടാവും. അതിന് കാരണക്കാരായ മതങ്ങളോട് വിദ്വേഷം ഉണ്ടാവും. ആ വിദ്വേഷം, ആ പക ആണ് പിന്നീട് BJP മുതലെടുത്തതും അതുവഴി അവർ വളരെ ഒരു പ്രയാസമില്ലാത്ത അധികാരത്തിൽ എത്താനുള്ള കാരണം. ഈ മതപ്രചാരണം അതിന് ഇവരെ അനുവദിക്കുകയും അതിനുള്ള ഭരണഘടന ഏത് കോടതിയിൽ പോയാലും അവർക്ക് ലഭിക്കുകയും മറ്റൊക്കെ കിട്ടുന്നതോടുകൂടി നല്ല സുഖമായി നടത്തും. ഈ യഥാർത്ഥത്തിൽ നമ്മളെ ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നത് വരെയെങ്കിലും, എല്ലാവർക്കും ഭക്ഷണം ഉറപ്പിക്കുന്നത് വരെയെങ്കിലും മതപ്രചാരണം ഒന്ന് ഒഴിവാക്കിക്കൂടെ? ഞാൻ ആധുനിക ദേശസ്നേഹികളായ മനുഷ്യരോട് ചോദിക്കുകയാണ്, നമുക്ക് മതം ആചരിച്ചോട്ടെ, വിരോധമല്ല. അത് പ്രചരിപ്പിക്കുന്നത് എന്താണെന്നറിയോ? പ്രത്യേകിച്ച് പട്ടിണിയുള്ള ഒരു രാജ്യത്ത് പ്രചരിപ്പിച്ചാൽ ആ പട്ടിണി കാരണം തന്നെ എത്രയോ ആൾക്കാരെ മതം മാറാൻ അടിസ്ഥാന വിഭവമാവുകയും പട്ടിണി മാറ്റുന്നവരെ കൂടെ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആധുനിക സോഷ്യലിസ്റ്റ് രാജ്യത്ത് എല്ലാവർക്കും പട്ടിണി എന്ന, അതില്ലെങ്കിൽ കഠിനമായ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നത് കഴിയുന്നതുവരെ അവരെ ഈ മതപ്രചാരണം ഒന്ന് കുറച്ച് കാലത്തേക്ക് നിർത്തിവെച്ചൂടെ? ഇന്ത്യൻ മനസാക്ഷിയോട് ചോദിക്കാനുള്ള ചോദ്യം എനിക്ക്. അതല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം. ഇനിയിപ്പോൾ അത് അവിടെയും നിൽക്കണില്ല കേട്ടോ. മതപ്രചാരണം വഴിയുള്ള സാമൂഹ്യ ശിഥിലീകരണം മാത്രമല്ല, അത് സ്ഥാപനവൽക്കരിക്കാൻ, ഈ രീതി സ്ഥാപനവൽക്കരിക്കാൻ പറ്റിയത് കൂടെ അടുത്ത ആർട്ടിക്കിൾ നോക്കിയാൽ നിൽക്കുകയാണ്. എന്താണ്? ഈ മതപരിവർത്തനത്തിനാവശ്യമായ ഈ സ്ഥാപനങ്ങളെ നിലനിർത്താൻ സ്ഥാപനങ്ങൾ കണ്ടക്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ, അതാണ് 28. 29 അതിനുള്ള വരുമാന നികുതി ഇളവിനുള്ള, അതൊക്കെ നമ്മളിതിൽ ഉറപ്പ് വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ നോക്കണം നിങ്ങൾ. അതായത്
നമ്മൾ തമ്മിലുള്ള വിദ്വേഷം, പക എന്നിവ കൂട്ടുക. അതോട് മാത്രമല്ല, അങ്ങനെ അത് സ്ഥാപനവൽക്കരിച്ച് ആ സ്ഥാപനങ്ങളെ നിലനിർത്തുക. അതിനെ സ്ഥായിയായി നിലനിർത്താൻ അതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ വെള്ളക്കാരൻ ഇവിടുന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് പോയത്. നോക്കണം നിങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മൾ പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഈ സ്ഥാപനങ്ങളൊക്കെ എടുത്തു നോക്കുക നിങ്ങൾ. ഇപ്പം ഇവിടെ കാണുന്ന വെള്ളക്കാരൻ്റെയും മുസ്ലിങ്ങളുടെയും ഒക്കെ സ്ഥാപനങ്ങൾ എടുത്തു നോക്കുക. ആ സ്ഥാപനങ്ങളൊക്കെ ഇത്രയും വലിയതായിട്ട് കെട്ടിപ്പൊക്കിയതൊക്കെ ഈ നാട്ടിലെ ഇവിടെയുള്ള അവരുടെ അനുയായികളുടെ സമ്പത്ത് കൊണ്ടാണോ? അല്ല, വിദേശ പണം എന്നാണ് അതിനധികം. ഈ വിദേശ പണം വന്ന് ഇങ്ങനെ ഇവിടെയുള്ള സ്പർദ്ധകൾ, ഇവിടെയുള്ള വെറുപ്പുകൾ, ഇവിടെയുള്ള നിലവിലിരിക്കുന്ന പക കൂട്ടാനല്ലാതെ അത് കുറക്കാൻ ഇവിടെയുള്ള ഏതെങ്കിലും സ്ഥാപനം ഉപകാരപ്പെടും? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു മതസ്വാതന്ത്ര്യം എന്നത് അനുവദിക്കേണ്ടതാണ് 100%. ഏതൊരു പുരോഗമന സമൂഹത്തിലും ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം വേണം. പക്ഷേ അതൊക്കെ എവിടെയാണ് വേണ്ടത്? ആദ്യം ജീവിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം എന്താണ് റിസോൾവ് ചെയ്യേണ്ടത്? അനിവാര്യമായതും അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തതുമായ വസ്തുക്കളാണ് നമ്മളെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളായിട്ട് ഉറപ്പുവരുത്തേണ്ടത്. അതെന്തൊക്കെയാണ്? ശുദ്ധവായു, ശുദ്ധജലം, ഭക്ഷണം, വസ്ത്രം, വിശ്രമയിടം, ഇനി അതല്ലെങ്കിൽ ഒരു കുടിൽ, വീട്, വിദ്യാഭ്യാസം, തൊഴിൽ, കൂലി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ നമുക്ക് ആദ്യം വേണ്ടത്. അതിനുശേഷമല്ലേ നമുക്ക് ഈ സ്വത്തിൻ്റെയും അതേപോലെ അതും അനന്തമായ സ്വത്തുക്കളാണ് കേട്ടോ, ഒരതിരുമില്ല. എത്ര സ്വത്തുണ്ടോ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വത്തുള്ള ആൾ ഇന്ത്യക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണോ വേണ്ടത്? അങ്ങനെയുള്ളൊരു ഭരണഘടന നമുക്ക് വേണ്ടേ? അങ്ങനെയാണെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ? ശുദ്ധവായു എന്ന് പറയുകയാണെങ്കിൽ, ശുദ്ധവായു മൗലികാവകാശമായാൽ അത് പൊള്യൂട്ട് ചെയ്യുന്നവനെ ചോദ്യം ചെയ്യാൻ കഴിയും. അതിൽ വിഷം കലർത്തുന്നവനെ, വായു മലിനീകരിക്കുന്ന ആൾക്കാരെ നമുക്ക് ചോദ്യം ചെയ്യാം. അതേപോലെ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജലം മലിനീകരിക്കാൻ പറ്റില്ല. അപ്പം അതേപോലെ ഭക്ഷണം ഓരോരുത്തരും ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാവും. അതേപോലെ വിദ്യാഭ്യാസം, തൊഴിൽ, കൂലി, നേരെ മറിച്ച് ഇതൊക്കെ നമ്മളെ ഭരണഘടനയിലുണ്ട്. എന്തൊക്കെ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ സാധനത്തിലാണ്. എന്താ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകത? അത്
നമ്മുടെ ഉദ്ദേശമാണ്. അത് ചോദ്യം ചെയ്യാൻ പാടില്ല. അതില്ലെങ്കിൽ ചോദ്യം ചെയ്ത് നമുക്ക് കോടതിയിൽ സമീപിച്ചിട്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. എങ്ങനെയുണ്ട്? അപ്പോൾ ഇങ്ങനെ വെള്ളക്കാരൻ വളരെ സുന്ദരമായി നമ്മളെക്കൊണ്ട് ഉണ്ടാക്കിച്ച, നമ്മളെക്കൊണ്ട് അവന് വേണ്ടി അവൻ്റെ താല്പര്യങ്ങൾ നിലനിർത്താനായിട്ട് ഉണ്ടാക്കിച്ച ഒരു വസ്തുവാണ് ഇന്നും നമ്മൾ കൊണ്ട് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടന എന്ന്. അതിൽ വെള്ളക്കാരൻ ഇവിടുന്ന് പോയാലും അവൻ്റെ കാര്യങ്ങൾ നടത്താനുള്ള എല്ലാ പഴുതുകളും നിലനിർത്തുകയും മാത്രമല്ല, അനിവാര്യമായ അപകോളനീകരണം, ഒരു ഡീകോളനൈസേഷൻ ഒരിക്കലും നടക്കാതിരിക്കുന്നതുമാണ് എന്നതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഇന്നും നമ്മളെ വിദ്യാഭ്യാസവും ഭരണക്രമവും ജുഡീഷ്യറിയും മിലിറ്ററിയും ഒക്കെ ഇന്നും ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ആയത്. അത് മാറ്റാൻ പോലും എന്തിന് ഒരു വളരെ വളരെ അതിനീചമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരു മനുഷ്യനാണെങ്കിൽ പോലും അയാൾ ചെയ്ത തെറ്റുകൾ ഇന്നതാണെന്നും അതുകൊണ്ട് അയാളെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയാണെന്നും കേട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു ജഡ്ജ്മെൻ്റ് കേൾക്കാൻ അയാൾക്ക് അവകാശമില്ല. അത് മറ്റുള്ളവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. അയാളുടെ മാതൃഭാഷയിൽ കേൾക്കാൻ അയാൾക്ക് അവകാശമില്ല. എന്നാലും നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് പറയാനൊരു മടിയില്ല. ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതുമായൊരു വാക്കുണ്ട്. എന്താണത്? ഇന്ത്യക്കാരെ 1915 അദ്ദേഹത്തിൻ്റെ മാസികയിൽ എഴുതിയത്, ഇന്ത്യക്കാരെ അടിമയാക്കിയത് ബ്രിട്ടീഷുകാരനല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലേക്കാണ് ഈ മഹാഭാവത്തിൻ്റെ മുനതിരിയുന്നത്. ഈ അടിമത്തം, ഇന്ത്യക്കാരിൽ ഗ്രസിച്ച അടിമത്തം എന്ന് ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് ഭൗതികമായ അടിമത്തത്തെക്കുറിച്ചിട്ടല്ല, മാനസികമായ, സാംസ്കാരികമായ, സാമൂഹ്യമായ, ബുദ്ധിപരമായ അടിമത്തത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം. അതിന്നും സ്ഥായിയായിട്ട് തന്നെ നിലനിൽക്കുക മാത്രമല്ല, അതിന്നും വികസിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മളിവിടെ ഇപ്പോഴും കൂണുപോലെ മുളച്ചു വന്ന ജമാഅത്തെ ഇസ്ലാമി പോലും. ജമാഅത്തെ ഇസ്ലാമിയും RSSും മറ്റ് എല്ലാ അണ്ടനും അടകോടനും അവരുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ എന്നത് കുറച്ച് നേരം ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനൊക്കെ പ്രധാന കാരണം നമ്മളെ ഈ യഥാർത്ഥത്തിൽ നമ്മളെ ഭരണഘടനയാണ്. ഈ മതേതര സ്വഭാവം നിലനിർത്തി ചില മതങ്ങളെ ഇരകളും ചില മതങ്ങളെ വേട്ടക്കാരനും ആക്കുന്ന
ഇന്നത്തെ രീതി തുടരുന്നത് അപകടകരമാണ്. അതുള്ളിടത്തോളം കാലം ഈ ഇന്ത്യയിലെ മതവിദ്വേഷം കൂടാനേ സാധ്യതയുള്ളൂ. കാരണം എന്താ? സെമറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം വേറൊന്നാണ്, ഇന്ത്യൻ മതങ്ങളുടെ സ്വഭാവം വേറൊന്നാണ്. ഇന്ത്യൻ മതങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളെ ഇങ്ങോട്ട് മതപരിവർത്തനം നടത്തി ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്ന സ്വഭാവമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള സംവിധാനങ്ങളും ഉപകരണങ്ങളും സ്ഥാപനങ്ങളും ഇല്ല. ഇപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഹിന്ദു മതത്തിലേക്ക് ഇസ്ലാം മതത്തിലേക്കൊരു ആൾ ചെല്ലണമെങ്കിൽ എന്ത് വേണമെന്ന് അതിൽ എഴുതി വച്ചിട്ടുണ്ട്. കലിമ ചെല്ലണം, അത് ഇന്നത് ചെയ്യണം എന്നൊക്കെ. അതേപോലെ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും അതിൻ്റേതായ രീതിയുണ്ട്. നേരെ മറിച്ച് ഹിന്ദു മതത്തിൽ അങ്ങനത്തെ ഒന്നില്ല, ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതുതായിട്ടുണ്ട്. അവരും വെസ്റ്റേണൈസ് ചെയ്ത് അല്ലെങ്കിൽ സെമറ്റസൈസ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയിരിക്കുന്നു കേട്ടോ. കാരണം അവിടെയൊക്കെയുള്ള മതങ്ങളിലെ പ്രത്യേകത എന്താ വെച്ചാൽ, അവിടെ അവരുടെ മതമല്ലാത്ത മറ്റു മതങ്ങളിലെ ആൾക്കാർ പൂർണ്ണമായിട്ടും ശരിയല്ല, നമ്മളെ മതം മാത്രമാണ് ശരി. അതുകൊണ്ട് തന്നെ ആ മതത്തിലുള്ള ആൾക്കാർക്ക് പൂർണ്ണമായ അവകാശങ്ങളും അധികാരങ്ങളും ഇല്ല, അവരെ കൊന്നാലും കുഴപ്പമില്ല എന്നൊക്കെ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങൾ, മൗലിക ഗ്രന്ഥങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അവിടെ അത് ശരിയായിരുന്നതാണ്. കാരണം അവിടെ വിഭവങ്ങൾ വളരെ വളരെ ദരിദ്രമായി, വിഭവദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സ്ഥായിയായി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഇതുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിലനിൽക്കാൻ ആവശ്യമായതിൽ കൂടുതൽ ആൾക്കാരുണ്ടായാൽ അവരെ കൊല്ലണം. അപ്പോൾ അവിടെ വിഭവങ്ങൾ സൂര്യപ്രകാശമില്ല, സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ തന്നെ അത് പിടിച്ചെടുക്കാനുള്ള പച്ചിലകളില്ല. ഈ പച്ചിലകളും സൂര്യപ്രകാശം ഇല്ലാത്ത ഏതൊരു പ്രദേശത്തും ഉള്ള മതങ്ങൾക്കും അവന് നിലനിൽക്കാൻ ആവശ്യമായ രീതിയിൽ അവിടെ പോപ്പുലേഷൻ കൺട്രോൾ അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവിടെയുള്ള മതങ്ങളിലൊക്കെ അപരമത വിദ്വേഷവും അപരമത നിഷ്കാസനവും നടന്നത്. അതിനുള്ള നിയമങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മതങ്ങളിലേക്ക്, അവരുടെ മതത്തിലേക്ക് ആളെ കൂട്ടാനും ഇതൊക്കെയുള്ള സംവിധാനമുണ്ട്. നമ്മളിവിടെയുള്ള ഇന്ത്യൻ മതങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം തുടങ്ങിയിരിക്കണമെന്നുള്ള നമ്മൾ സമ്മതിച്ചു, പക്ഷേ അതാദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള മതവർഗീയത, മതവിദ്വേഷം, അന്യമതങ്ങളോടുള്ള പക, വെറുപ്പ്, ഇതൊക്കെ ഉണ്ടാക്കിയതിന് പ്രധാന കാരണം വെള്ളക്കാരൻ വളരെ ആസൂത്രിതമായി കൗശലപൂർവം അവർ നമ്മളെക്കൊണ്ട് ഉണ്ടാക്കിച്ച ഭരണഘടനയാണ്. ആ ഭരണഘടന ഉണ്ടാക്കിയത് വിദ്യാഭ്യാസം കൊണ്ട് ഉത്ബുദ്ധരായ പുരോഗമനവാദികളായ ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാർ, അവർക്ക് മനസ്സിലായിരുന്നില്ല അവരായിരുന്നു ലോകത്തിൽ വെള്ളക്കാരനേക്കാളും കൂടുതൽ സമ്പന്നമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നവരും. അവരുടെ കാലത്ത് അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ച് വെള്ളക്കാരനാണ് നമ്മളെക്കാളിലും സമ്പന്നമായൊരു സംസ്കാരമുള്ളത് എന്ന് അവരെല്ലാം നനച്ചിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഭരണഘടനയിൽ നിന്ന് അതേപടി കോപ്പി അടിച്ചത്. എന്തായാലും
അവരുടെ ഭരണഘടന എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബ്രിട്ടീഷ് ഭരണഘടന മാത്രമല്ല കേട്ടോ. ബ്രിട്ടീഷ്, അയർലൻഡ്, റഷ്യൻ, അമേരിക്കൻ ഒക്കെ എല്ലാ ഭരണഘടനയിൽ നിന്നും കോപ്പി അടിച്ച് ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. ഇതല്ല നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അഭിമുഖീകരിക്കാൻ, അഡ്രസ്സ് ചെയ്യാൻ, റിസോൾവ് ചെയ്യാൻ നമ്മുടേതായ ഒരു ഭരണഘടന നമുക്കുണ്ടാക്കണം. അതിന് നമ്മളെ എല്ലാവരുടെയും പ്രതിനിധികൾ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാവണം. ആ അസംബ്ലി വഴി നമ്മുടേതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വഴി നമ്മുടെ ജനാധിപത്യ സ്വപ്നങ്ങളും ജനാധിപത്യ ബോധവും അനുസരിച്ച് ഒരു ഇതുണ്ടാവണം. അതങ്ങനെ വളർന്ന് വികസിച്ച് അത് എന്തായാലും മതേതരവും സോഷ്യലിസ്റ്റും അല്ലെങ്കിൽ ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഡെമോക്രസി അല്ലെങ്കിൽ ഫ്രീഡം, ഫ്രറ്റേണിറ്റി, ഇങ്ങനെയുള്ള മഹത്തായ മുദ്രാവാക്യങ്ങൾ മെറ്റീരിയലൈസ് ചെയ്യുന്ന ഒരു ഭരണഘടന എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മളെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ആ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ അവകാശികൾ. ഏതൊരു ജനാധിപത്യ വ്യവസ്ഥയിലും ജനങ്ങളാണ് അവകാശികൾ. ജനങ്ങൾ തീരുമാനിക്കട്ടെ. അവർ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് എല്ലാവർക്കും ജീവിക്കാൻ എന്ത് ചെയ്യണം. അത് മറ്റൊരാളുടെ കഴുത്ത് വെട്ടാനുള്ള അവകാശമല്ല, മറ്റുള്ള ജീവിക്കാൻ അനുവദിക്കാത്ത അവകാശം. സ്വയം ജീവിക്കാനുള്ള എന്തൊക്കെ വേണ്ടത് എന്ന് അവരൊന്നിച്ചിരുന്ന് ആലോചിക്കട്ടെ. അങ്ങനെയുള്ള ഒരു ഭരണഘടന ഇല്ലാത്തിടത്തോളം കാലം വെള്ളക്കാരൻ ഉണ്ടാക്കിത്തന്ന ഭരണഘടന വലിയ മഹത്തരമായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിൽ ഒരിക്കലും മതസൗഹാർദ്ദം എന്നോ അല്ലെങ്കിൽ നാഷണൽ ഇൻ്റഗ്രേഷനോ എന്നത് ഒരു മരീചികയായിരിക്കും. അത് അകന്നകന്ന് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. അടുത്ത ദിവസം ഞാൻ ഇത് നിങ്ങളെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ മതവിദ്വേഷം പോലുള്ള പ്രമാദമായ അന്യോന്യം ഒരു ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യമാണ്. അതല്ലാതെ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത പല കാര്യങ്ങളിൽ തന്നെ, അതായത് ഗാന്ധിജിയുടെ വീക്ഷണമനുസരിച്ചിട്ടുള്ള സാമാന്യ ആപേക്ഷികത സിദ്ധാന്തമനുസരിച്ചിട്ടുള്ള ആധുനിക ശാസ്ത്രങ്ങൾക്ക് അനുകൂലമായ അതിനോട് സിങ്ക്രണൈസ് ചെയ്തു പോകുന്ന പല മേഖലകളുണ്ട്. അതിൽപ്പെട്ടതാണ് വിദ്യാഭ്യാസം, അതിൽപ്പെട്ടതാണ് ചികിത്സാരീതി, അതിൽപ്പെട്ടതാണ് കൃഷിരീതി. ഈ കാര്യങ്ങളൊക്കെ തന്നെ ആണ് നിങ്ങളോട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അടുത്ത ദിവസങ്ങളിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട്, അതേപോലെ കൃഷിയെക്കുറിച്ചിട്ട്, ചികിത്സയെക്കുറിച്ചിട്ട് സംസാരിക്കാം. ചികിത്സാ രീതി ആയിക്കോട്ടെ ആദ്യം, കാരണം അതാണല്ലോ ഈ ഏറ്റവും പ്രധാനമായും എല്ലാവർക്കും ആവശ്യം. അതായത് ഞാൻ ചികിത്സ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ച് ആരോഗ്യ സംരക്ഷണമാണ്. ആരോഗ്യ സംരക്ഷണവും ചികിത്സയും രണ്ടാണ്. ആരോഗ്യം വേറൊന്നാണ്, ചികിത്സ എന്ന് പറയുന്നത് രോഗനിവാരണമാണ്. അതിനെക്കുറിച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാം. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.